Dear students, സ്കാൻ കൺവേർഷൻ ഓഫ് എ ലൈൻ എന്ന ടോപ്പിക്കാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കാൻ കൺവേർഷൻ ഓഫ് ലൈനിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ ലൈൻ ഡ്രോയിങ് അൽഗോരിതം എന്നും അതായത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അൽഗോരിതം ഫോർ ലൈൻ ഡ്രോയിങ്. ശ്രദ്ധിക്കണം, ലൈൻ ഡ്രോയിങ് ആണ്. സർക്കിൾ വേറെ വരും, അപ്പോൾ കൺഫ്യൂഷൻ ആയത്. ലൈനാണ്, ലൈൻ വരയ്ക്കാനുള്ള അൽഗോരിതമാണ്. മെയിനായിട്ട് 3 തരത്തിലാണ് സ്കാൻ കൺവേർഷൻ ഓഫ് എ ലൈനിൻ്റെ അൽഗോരിതം പറയുന്നത്. 3 തരത്തിലാണ് സ്കാൻ കൺവേർഷൻ ലൈനിൻ്റെ അൽഗോരിതം. ഒന്ന്, ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ. ലൈൻ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള അൽഗോരിതം. ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ ആ പേര് തന്നെ ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ്റെ ഡയറക്റ്റ് ഫോർമാറ്റിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്ലോപ്പും ബിയും അതായത് വൈ ഇൻ്റർസെക്റ്റും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡ്രോയിങ്സ് ആണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ പറയുന്നത് DDA അൽഗോരിതമാണ്. DDA അൽഗോരിതം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ് DDA. DDAൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസറാണ്. ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ, DDA അൽഗോരിതം. മൂന്നാമത്തെ പറഞ്ഞാൽ ബ്രസൻഹാംസ് അൽഗോരിതം. ബ്രസൻഹാംസിൻ്റെ അൽഗോരിതം ലൈൻ അൽഗോരിതത്തിലും പഠിക്കാനുണ്ട്, സർക്കിളിൻ്റെ അൽഗോരിതത്തിലും പഠിക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ വരരുത്. 3 തരത്തിലാണ്. 3 ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പ്രധാനമായിട്ട് 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ, DDA അൽഗോരിതം, ബ്രസൻഹാംസ് അൽഗോരിതം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ എന്ന് നോക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ എക്സാമ്പിളും അൽഗോരിതം കൂടി പറയാം. ഇതിൽ ജസ്റ്റ് എന്താണെന്നേ പറയുന്നുള്ളൂ, അൽഗോരിതം പറയുന്നില്ല. അപ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ടത് കാര്യങ്ങൾ അൽഗോരിതമാണ്. ഇത് അൽഗോരിതം പഠിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഈ അൽഗോരിതം വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് മുഴുവൻ അതിലുണ്ടാവും. അപ്പോൾ ഈ അൽഗോരിതം എഴുതണമെങ്കിൽ ആദ്യം പ്രോസസ്സ് എങ്ങനെയാണ് നടക്കണമെന്ന് അറിയണം. എങ്കിൽ മാത്രമേ ശരിക്കുള്ള അൽഗോരിതം എഴുതാൻ കഴിയുള്ളൂ. ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ ഏറ്റവും സിംപ്ലസ്റ്റായ കൺവേർഷനാണ് ഡയറക്റ്റ് യൂസ് ഓഫ് ലൈൻ ഇക്വേഷൻ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് 2 എൻ പോയിൻ്റ് ആണ് x1 y1 x2 y2. എൻ പോയിൻറ്റ് P1 P2 എന്ന് പേര് കൊടുക്കുക. P1ൻ്റെ കോർഡിനേറ്റ്സിന് x1 y1 എന്നൊക്കെ പേര് കൊടുക്കുക. P2ൻ്റെ y1 x1 y1 എന്നും x2 y2 എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായ ചിത്രം വരണം. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ പോയിൻ്റ് P1, ഇത് P2. P1ൻ്റെ കോർഡിനേറ്റ് x1, y1. അതുപോലെ P2ൻ്റെ കോർഡിനേറ്റ് x2, y2. അങ്ങനെ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇങ്ങനെയാണ് പറയുന്നത്. It is a simplest form of conversion. First of all, scan P1 and P2 points. P1 S1 Y1 എന്നും P2 S2 Y2 എന്നും എഴുതി. P1 has coordinates P1 S1 Y1 and P2 as x2 y2. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. P2 ഹാസ് ആണ് S2 Y2 എന്ന് പറയുന്നത്. അങ്ങനെ സ്ലോപ്പ് എന്ന് നമുക്കറിയാം. സ്ലോപ്പ് M എന്ന് പറയുന്നത് വൈൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ എക്സിൻ്റെ ഡിഫറൻസ്. വൈ കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. M എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് സ്ലോപ്പിനെ കാണിക്കുന്നത്. എപ്പോഴും നമുക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയണമാണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഡിഫറൻസ് ആണ്. ഡെൽറ്റ എക്സ് പറയുന്നത് എക്സിൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടെ വൈ എന്ന് പറയുന്നത് y1 y2 ആണ്. വൈൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ അതായത് രണ്ടാമത്തെ പോയിൻ്റിൽ നിന്ന് ഫസ്റ്റ് പോയിൻ്റ് മൈനസ് ചെയ്ത് y2 മൈനസ് y1 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് x2ൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടെ x2 എന്ന് പറയുന്നത് എക്സിൻ്റെ ഡിഫറൻസ് ആണ്. എക്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് x1 x2 ആണ്. അപ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റ് മൈനസ് ഫസ്റ്റ് കോർഡിനേറ്റാണ് കൊടുക്കുക. സോ x2 മൈനസ് x1. അങ്ങനെയാണ് ഈ പോയിന്റ് വരുന്നത്. വൈൻ്റെ ഡിഫറൻസ് മൈനസ് ഡിവൈഡ് ബൈ എക്സിൻ്റെ ഡിഫറൻസ്. പിന്നെ പറയുന്നത് വൈ ഇൻ്ററപ്റ്റഡ്. ഇന്നലെ പറഞ്ഞില്ലേ, ഈ ഒരു ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ
സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ വൈനെ കട്ട് ചെയ്യുന്ന ആ പോയിൻറ്റ് അതിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബി എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ പ്ലസ് എം എക്സ് ആണ്. ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് y1 ആയതുകൊണ്ട് y1 പ്ലസ് എം എക്സ് 1 എന്ന് പറയും. അപ്പോൾ എം എന്താണെന്നും ബി എന്താണെന്നും കിട്ടിക്കഴിഞ്ഞു. ഇഫ് ദ വാല്യൂ ഓഫ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 for each integer value of x but not consider x1 and x2. എന്താ പറയുന്നത്? എമ്മിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതോ 1 ആണെങ്കിൽ, എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്. എം കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ കിട്ടുന്ന ഈ വാല്യൂ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കൺസിഡർ ചെയ്യേണ്ടത് പോസിറ്റീവാണ്. -2 ആയാലും +2 ആയാലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 ആണ്. അതാണ് മോഡ് എം എന്ന് പറയാൻ കാരണം. കണ്ടില്ലേ? ആ കിട്ടുന്ന വാല്യൂ 1ൽ കുറവോ ആണ് എങ്കിൽ x1 x2 എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം എമ്മിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണ് എങ്കിൽ y1 y2 ആണ് കൺസിഡർ ചെയ്യാതിരിക്കേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് സ്കാൻ കൺവേർഷൻ ഓഫ് ലൈൻ പറയാനുള്ളത്. എന്താണ് സ്കാൻ കൺവേർഷൻ ഓഫ് ലൈൻ എത്ര തരത്തിലാണ് സ്കാൻ കൺവേർഷൻ ഓഫ് ലൈൻ അൽഗോരിതം ഉള്ളത്? അതിൽ ഫസ്റ്റത്തേതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ എക്സാമ്പിളും പിന്നെ അൽഗോരിതവും പറയാം. ഓക്കെ, താങ്ക് യു.